കുന്നിച്ചോ മിനാസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 4 എപ്പിസോഡ് 5 ആണ്. അഥവാ ചാപ്റ്റേഴ്സ് അല്ല 157 മുതൽ 160 വരെയാണ്. ടു ബി ഫ്രാങ്ക്, നിങ്ങളുടെ സപ്പോർട്ട് ചെറുതായിട്ട് കുറയുന്നുണ്ടോയെന്ന് നല്ലൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ഉണ്ടെന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് എനിക്കൊരു 2.5K ലൈക്സ് തരാൻ നോക്കൂ. അതേപോലെ തന്നെ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങൾ ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാൻ പോകുന്ന പലതും സംഭവിക്കത്തില്ല, പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. ഇനി പറയാനുള്ളത്, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാറില്ല, അവരോടാണ് ഗൈസ്. ഒന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ചെറിയൊരു സബ്സ്ക്രൈബ് ബട്ടൺ മാത്രം അമർത്തിയാൽ മതി. അതെനിക്ക് വളരെ വലിയൊരു ഹെൽപ്പാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അത് ഒരിക്കലും നഷ്ടമാകത്തില്ല. കാര്യം ഞാൻ വീഡിയോസൊക്കെ ഇടാൻ നേരത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ സാധിക്കും. സോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും നടക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. സോ ഇനി ഒട്ടും ടൈം വേസ്റ്റ് ഉണ്ട്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ചോവിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, സോ ഇവാക്യൂഷനൊക്കെ എങ്ങനെ പോകുന്നു സാർ? വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചധികം സിവിലിയൻസ് ഇപ്പോഴും ബിൽഡിങ്ങിനകത്ത് കുടുങ്ങി കിടപ്പുണ്ട്. അവരെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കണം. അങ്ങനെയാണെന്നെങ്കിൽ ഇപ്പോൾ സൈഡിൽ ആരാണുള്ളത്? ഏത് ഗിൽഡാണുള്ളത് സാർ? ദി ഫിയൻറ്റും അതേപോലെ വൈറ്റ് ടൈഗർ ഗിൽഡും ഇപ്പോൾ അവിടെ ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കൺട്രിയിൽ 100 കണക്കിന് ഹണ്ടേഴ്സും അവിടെയുണ്ട്. അവർ അധികം താമസിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അതുകൊണ്ട് നമ്മൾ ഹണ്ടേഴ്സ് ഗിൽഡ് സിവിലിയൻസിനെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോയാൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ചോയ് മനസ്സിൽ പറയുന്നുണ്ട്, നീ എന്തുവാണ് ഈ പറയുന്നത്? അവർ നോക്കിക്കോളൂ എന്നോ? തോമസ് സാൻഡർ എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവൽ ഹണ്ടറാണ്. അവനൊരു മിസ്റ്റീരിയസ് ബീസ്റ്റായിട്ടാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത്. അത് ആ ഒരു ഓറ കാണാത്ത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ജെയ്ജൂസിലൻഡ് വെച്ച് നോക്കാൻ നേരത്ത് ഇത് അൺകമ്പയറബിൾ ആണ്, അത്രത്തോളം ഡേഞ്ചറസ് ആണ്. എനിക്ക് മനസ്സിലാവുന്നില്ല തോമസ് ഇപ്പോൾ ഏത് തരത്തിലൊരു മോൺസ്റ്ററായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന്. ഈ ഒരു സമയത്ത് നമ്മുടെ മോണർ തെറിച്ചു പോകുന്നുണ്ടായത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ തോമസ് ഒരു പഞ്ച് ചെയ്തിട്ടാണ്. പക്ഷേ ഒട്ടും തന്നെ ടൈം കളയാതെ പുള്ളിക്കാരൻ നേരെ തിരിച്ച് തോമസിൻ്റെ നേരെ വന്ന് അവൻ്റെ വയറ്റത്തെ നോക്കി ഒരു ഇടിവെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ തോമസ് ഒന്ന് അനങ്ങാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് തൻ്റെ 2 കൈകൾ കൊണ്ട് അവനെ കൂട്ടിപ്പിടിച്ച് താഴത്തേക്ക് എടുത്ത് ഒരു സ്ലാം അങ്ങോട്ട് ചെയ്യും. പക്ഷേ മോണാർക്ക് അപ്പം തന്നെ തൻ്റെ കാലുകൊണ്ട് തോമസിന് ചവിട്ടി നേരെ ദൂരത്തേക്ക് എറിയുന്നുണ്ട്. ഈ ഒരു സമയത്ത് തോമസിന് മനസ്സിലായി ഇനി ഒട്ടും ഇത് നിസ്സാരമായിട്ട് കണ്ട ഒരു കാര്യമില്ല. പുള്ളിക്കാരൻ അങ്ങനെ തൻ്റെ റീഎൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബേക്കും കൂട്ടിലും അവിടേക്ക് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എല്ലാവരും റെഡി ആയിക്കോ, നമ്മൾ ആക്ഷനിലേക്ക് ഇറങ്ങാൻ പോകുവാണ്. പെട്ടെന്നായിരുന്നു ഒരു സ്ഫോടനം അവൻ്റെ റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്നത്. അത് മറ്റൊന്നുമല്ലായിരുന്നു, ആ ഒരു മോൺസ്റ്റർ ആയിരുന്നു. സോ ഇതാണല്ലേ അവർ പറഞ്ഞ ആ ഒരു മോൺസ്റ്റർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കണം തോമസ് ആൻഡ്രെ ഗൊളായത്ത്. ഇവരെ കാണുന്ന തോമസ് പറയുന്നുണ്ട്, മന്ദബുദ്ധികളെ പോയി രക്ഷപ്പെടാൻ നോക്ക്, ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്? പെട്ടെന്ന് തന്നെ ബേക്ക് പുള്ളിക്കാരൻ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങും. പുള്ളിക്കാരൻ മനസ്സിലായി അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു നോർമൽ ബീസ്റ്റല്ലെന്ന്. പക്ഷെ പെട്ടെന്നായിരുന്നു നമ്മുടെ മോണാർക്ക് അവൻ്റെ സൈഡിലേക്ക് എത്തിയത്. ബേക്ക് പേടിച്ചിട്ട് അവന് താഴത്തേക്ക് മാത്രമേ നോക്കി നിൽക്കാൻ സാധിച്ചുള്ളായിരുന്നു. അവനൊരു വലിയൊരു ടൈഗർ തന്നെയാണ്, പക്ഷേ അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പ്രെഡേറ്ററാണ്. അതായിരുന്നു അവൻ്റെ ആനിമൽ ഇൻസ്റ്റിങ്സ് അവനോട് പറഞ്ഞത്. അവൻ ട്രാൻസ്ഫോം ചെയ്തില്ല, പകരം അവന് മനസ്സിലായി അവനാണ് ഇവിടുത്തെ പ്രേയെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിൽക്കുവാണ് ഉണ്ടായത്. ആ ഒരു മൊണാർക്കിൻ്റെ ഫേസിലേക്ക് നോക്കാനുള്ള ധൈര്യം പോലും നമ്മുടെ ബേക്കിനുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ മൊണാർക്ക് പുള്ളിക്കാരൻ ടെലികൈനസിസ് യൂസ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന കാറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തി നമ്മുടെ തോമസിൻ്റെ നേരെ വിടുന്നുണ്ട്. പുള്ളിക്കാരൻ അതൊക്കെ തട്ടി മാറ്റുന്നുണ്ടെങ്കിലും പെട്ടെന്നായിരുന്നു എല്ലാം കൂടെ അവൻ്റെ മേത്തേക്ക് വന്ന് വീഴുന്നത്. പക്ഷെ ആ സമയത്ത് തന്നെ തൻ്റെ കൈ പുറത്തേക്കിട്ട് പുള്ളിക്കാരൻ ടെലികൈനസിസ് യൂസ് ചെയ്ത് ആ ഒരു മൊണാർക്കിൻ്റെ തൻ്റെ അടുത്തേക്ക് വലിക്കും. എന്നിട്ട് അവൻ്റെ മേത്തുണ്ടായിരുന്ന ആ കാറുകളൊക്കെ തട്ടിമാറ്റി തൻ്റെ 2 കൈകൾ കൊണ്ട് ആ ഒരു മൊണാർക്കിനെ തലയെ നോക്കി ഇടിച്ച് നേരെ താഴത്തേക്ക് ഇടും. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവനെ പഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് തോമസിൻ്റെ മനസ്സിലേക്ക് വരും, ഇതെന്താണ്, ഇത് ഞാൻ വിചാരിക്കുന്നതിലും എളുപ്പമായിരുന്നല്ലോ, എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വിക്ടറി എൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. തോമസിന് തൻ്റെ വിജയം തൻ്റെ കൺമുമ്പിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ടൈമിലാണ് അത് സംഭവിച്ചത്. പുള്ളിക്കാരൻ്റെ ഒരു അറ്റാക്ക് സക്സസ്ഫുള്ളി തന്നെ ആ ഒരു മൊണാർക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ രൂപവും പതുക്കെ മാറാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ സർപ്രൈസ്ഡ് ആണ്. അതായത് ഒരു മേർ പപ്പറ്റ് എങ്ങനെയാണ് ഇത്രയും സ്ട്രെങ്ത് കാഴ്ചവെക്കുന്നത്? പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് ഇത്രയും മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. തോമസിന്റെ കൈ അവനങ്ങോട്ട് ക്രഷ് ചെയ്യും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി, നിനക്ക് പേടി തോന്നുന്നുണ്ടോ? അതോ നീ പേടിച്ചു പോയോ? നിന്റെ ഹോപ്പ് നിനക്ക് നഷ്ടപ്പെട്ടോ? ഈ ഒരു സമയത്ത് തോമസിനെ അവൻ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. ബാക്കിയുള്ള ഹണ്ടേഴ്സിന് അത് കണ്ടു നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. പെട്ടെന്നായിരുന്നു മൊണാർക്കിന്റെ ശ്രദ്ധയിൽ എന്തോ ഒന്ന് പറ്റുന്നത്. പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ നമ്മുടെ തോമസിന്റെ ഷാഡോയിലേക്ക് കൈ ഇട്ടിട്ട് അതിൻ്റെ അന്ന് ആ ഷാഡോനെ വലിച്ച് പുറത്തേക്ക് എടുക്കും. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അല്ലെങ്കിൽ എനിക്ക് തോന്നിയായിരുന്നു ഇവിടെ ഏതോ ഒരു റാറ്റിനൊരു ശല്യമുണ്ടെന്ന്. എന്നിട്ട് അവനെ അങ്ങനെ ഡിഫീറ്റ് ചെയ്ത് കളയും. എന്നിട്ട് നമ്മുടെ തോമസിൻ്റെ കഴുത്തെ പിടിച്ച് ഞെരുക്കിയിട്ട് പറയുന്നുണ്ട്, നിന്റെ സ്ട്രെങ്ത് വളരെയധികം കൊള്ളായിരുന്നു, പക്ഷേ കാര്യമില്ല, നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നിട്ട് അവൻ്റെ തല അങ്ങോട്ട് ഞെരുക്കി പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അത് നമ്മുടെ തോമസിലായിരുന്നു. പെട്ടെന്ന് തോമസ് അവൻ്റെ പുറകിൽ, അതായത് ആ മൊണാർക്കിൻ്റെ പുറകിൽ വന്ന് നിന്നിട്ട് അവൻ്റെ തല പിടിച്ച്
തിരിച്ച് അങ്ങോട്ട് ഒടിച്ചു കളയും. പക്ഷേ ആ സ്പീഡിൽ തന്നെ, അതായത് ആ ഒടിച്ച സ്പീഡിൽ തന്നെ തല തിരിച്ചു വന്ന് നമ്മുടെ തോമസിന്റെ മുഖത്ത് കയറി ആ മോണാർക്ക് പിടിച്ച് അവനെ പൊക്കെടുത്ത് താഴത്തേക്ക് ഒരു ഇടിവെച്ച് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഞാനിത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നിനക്കറിയാവോ, എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്നായിരുന്നു അവൻ്റെ നേരെ ഒരു അറ്റാക്ക് വരുന്നത്. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ ലെനാർട്ടായിരുന്നു. തോമസിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറയുന്നുണ്ട്, അതിന് ഞാൻ നിന്നെ സമ്മതിച്ചിട്ട് വേണ്ടേ? സത്യം പറയുകയാണെങ്കിൽ ഇവന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് തന്നെ എൻ്റെ വിറവൽ മാറുന്നില്ല. നീ എന്തുവാണ് ഈ കാണിക്കുന്നത്? രക്ഷപ്പെടാൻ നോക്ക്, ഇവിടുന്ന് ഓടിപ്പോകാൻ നോക്ക്, അല്ലെങ്കിൽ നീ മരിക്കും. അതെനിക്കും അറിയാം, കാര്യം ഞാനൊരു ഹണ്ടറാണ്. എനിക്ക് പക്ഷേ റിഗ്രറ്റ് ഒന്നുമില്ല. ഇതാണ് എൻ്റെ അവസാനത്തെ നിമിഷമെങ്കിൽ ഞാൻ ഇരു കൈ നീട്ടി സ്വീകരിക്കുവാണ്. കാര്യം ഇതൊരു ഹോണറബിൾ ഡെത്ത് ആയിരിക്കും. ഓടിപ്പോകുന്നത് കവേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് ഞാനൊരു റൈറ്റായുള്ള ചോയ്സ് തന്നെയാണല്ലേ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് പുള്ളിക്കാരന് പേടി വരാൻ തുടങ്ങും. എന്നിട്ട് ആ ഒരു മോണാർക്ക് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം വീണ്ടും ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, ശരിക്കും ഞാൻ റൈറ്റ് ചോയ്സ് തന്നെയാണോ ചെയ്തത്? പെട്ടെന്നായിരുന്നു ഒരു ഡ്രാഗൻ അവിടേക്ക് വന്നിട്ട് നമ്മുടെ മോണാർക്കിനെ കടിച്ചുകൊണ്ട് നേരെ ബാക്കിലേക്ക് പോകുന്നത്. അത് നമ്മുടെ ജിനുവിൻ്റെ ഷാഡോ ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഒരു ഷാഡോനെ അവൻ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സെക്കൻഡിൽ തന്നെ ജിനു ആ ഷാഡോയുടെ അകത്തുനിന്ന് വന്ന് അവൻ്റെ തല നോക്കി ഒരു ചവിട്ട് വെച്ച് കൊടുത്ത് അവനെ നേരെ താഴ്ത്തിക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സോറി, തൽക്കാലം നിനക്ക് തോമസിനെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? സോ അത് സത്യമായിരുന്നല്ലേ, ഒരു മനുഷ്യന് ഷാഡോൻ്റെ മണമുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ, അതായത് ആ ഒരു മൊണാർക്ക് വീണ്ടും ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങും. പുള്ളിക്കാരൻ്റെ രൂപം വീണ്ടും മാറിയിട്ടുണ്ട്. ഞങ്ങൾ സേഫാണ്, ഇനി ഞങ്ങളെക്കുറിച്ച് ഓർത്ത് നീ വേറെ ചെയ്യേണ്ട. അവന് രക്തത്തിനോടുള്ള താല്പര്യം എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിലുപരി അവൻ ഒറ്റക്കല്ല. പെട്ടെന്ന് ആ ഒരു മൊണാർക്ക് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സാധ്യമായി? ഒരു മനുഷ്യന് എങ്ങനെയാണ് ഒരു സുപ്രീം ബീവിൻ്റെ പവർ ഇങ്ങനെ ഹെൽഡ് ചെയ്യാൻ സാധിക്കുന്നത്? ആർക്കിടെക്ട് അവൻ കാരണമായിരിക്കണം. അവൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് കാണും. അങ്ങനെയായിരിക്കണം അവൻ ഷാഡോ മൊണാർച്ചായിട്ട് ആ ഒരു ഡീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ശവം ഞാൻ കഴിക്കും. കാര്യം എനിക്ക് എപ്പോഴും നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഒരു മൊണാർച്ചിൻ്റെ ടേസ്റ്റ് ഒന്ന് സെൻസ് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മുടെ ജിനുവിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കിങ് ഓഫ് ദി സ്നോ ഫ്ലോക്കിൻ്റെ മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റ് നിൽപ്പുണ്ട്. അതേപോലെ കിങ് ഓഫ് ദി ബീസ്റ്റിൻ്റെ മൊണാർക്ക് ഓഫ് ദി ഫാങ്സ് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് ദി ഇൻസെക്ട്സിന്റെ മൊണാർക്ക് ഓഫ് ദി പ്ലേഗ്സ് നിൽപ്പുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ ജിനു പുള്ളിക്കന്നെ ഷാഡോസിനെ സമൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇക്രിസും അയനും കൂടെ ഫ്രോസ്റ്റിൻ്റെ അടുത്തേക്കും ജിമയും ടാങ്കും കൂടെ നമ്മുടെ ഫാങ്ങിൻ്റെ അടുത്തേക്കും അതേപോലെ തന്നെ ഗ്രീഡും ബെറുവും കൂടെ ആ ഒരു പ്ലേഗിൻ്റെ അടുത്തേക്കും പോകും. സോ ഇതാണല്ലേ പുതിയ ഷാഡോ ആർമി. എന്നാൽ അത് പറഞ്ഞു കഴിഞ്ഞത് നമ്മുടെ ഫ്രോസ്റ്റ് മൊണാർച്ച് ഒരു അറ്റാക്ക് ചെയ്ത് അവിടെ ഫുള്ള്, അതായത് ജിനുവിൻ്റെ ഷാഡോസിനെ ഫുള്ള് ഐസിൽ പെടുത്തുന്നുണ്ട്. ഇവന്മാരെ കുറച്ച് അധികം ഉണ്ടായിരുന്നു. എന്തായാലും ഇനി സീനില്ല. ഇനി ആർക്കും തന്നെ ഇവിടുന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ സാധിക്കത്തില്ല. അപ്പം നമ്മുടെ പ്ലേഗ് മൊണാർക്ക് പറയുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ മകനെ ഫ്രീസ് ചെയ്ത്? ഞങ്ങളിവിടെ ഒരു റീയൂണിയൻ നടത്താൻ പോകുമായിരുന്നല്ലോ. പക്ഷേ എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ നായ എന്തുവാണ് വിചാരിച്ചത്? ഈ ഷാഡോസിനെ വെച്ചുകൊണ്ട് നമ്മളങ്ങോട്ട് ഡിഫീറ്റ് ചെയ്യാമെന്ന. ഷാഡോ മൊണാർച്ചിന്റെ ഫുൾ പവർ പോലും ഇല്ല, എന്നിട്ടും അവൻ കാണിക്കുന്നത് നോക്കിയേ. ഷാഡോ മൊണാർക്ക് ഒരു കാലത്തെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിരുന്നു. പക്ഷേ നീ ഞങ്ങളുടെ മൊണാർക്കിന്റെ പവേഴ്സ് ഒന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ ജിന്നു പുള്ളിക്കാരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഐസ് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് നീ മരിച്ചിരിക്കും. നിനക്ക് അത്രക്ക് ധൈര്യമുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരൻ തൻ്റെ ആർമിയെ അവിടേക്ക് സമൺ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്ലേഗ് മൊണാർക്കും പുള്ളിക്കാരുടെ ആർമിനെ അവിടേക്ക് സമൺ ചെയ്യും. എന്നിട്ട് ആ ആർമിയെല്ലാം കൂടെ നമ്മുടെ ജിനുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ജിനുവൊക്കെ അതിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പുള്ളിക്കാരി അവിടെ ഉണ്ടായിരുന്ന ശവങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്നായിരുന്നു ഒരു ഐസ് മോൺസ്റ്റർ ജിനുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. പക്ഷെ അത് ഡോഡ്ജ് ചെയ്ത് മാറിയിട്ട് ആ ഒരു മോൺസ്റ്ററിന്റെ കൈ തന്നെ മുറിച്ച് കളയും. പെട്ടെന്ന് തന്നെ വേറെ കുറെ മോൺസ്റ്റേഴ്സ് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ജിനു ഒരു സെക്കൻഡ് പോലും കളയാതെ അവനെ കണ്ണ് കണ്ട എല്ലാവരും അങ്ങോട്ട് വലിച്ചു കീറാൻ തുടങ്ങും. അവിടുന്ന് നേരെ ഫ്രോസ്റ്റ് മോണാർച്ചിന്റെ അടുത്തേക്കാണ് അവൻ പോയതെങ്കിലും പെട്ടെന്ന് നമ്മുടെ ഫാങ് അവിടേക്ക് വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഡോഡ്ജ് ചെയ്ത് മാറി അവർ തമ്മിൽ ഒരു നല്ലൊരു ബാറ്റിൽ നടക്കും. നീ എന്താണ് വിചാരിച്ചത്? ഈ ഇച്ചിരി ഇല്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഡാഗർ കൊണ്ട് എന്നെ മുറിക്കാൻ സാധിക്കുന്നോ? എന്നാൽ ആ സെക്കൻഡിൽ തന്നെ ആ ഒരു മൊണാർക്കിന്റെ കൈ മുറിഞ്ഞ് രണ്ടായിട്ട് പോയിരുന്നു. എന്നിട്ട് ജിനു പറയുന്നുണ്ട്, അതിന് ഇതൊരു ഓർഡിനറി ഡാഗർ അല്ലെങ്കിലോ? പെട്ടെന്ന് നമ്മുടെ പ്ലേഗ് മൊണാർക്ക് പുറകിൽ കൂടെ ജിനുവിനെ അറ്റാക്ക് ചെയ്യും. പുള്ളിക്കാരിയായിട്ട് ആകർഷത്തിൽ നിൽപ്പുണ്ടായിരുന്ന കുറേയധികം കൈകളായിട്ട്. ഈ ഒരു സമയത്ത് തന്നെ മൊണാർക്ക് ഓഫ് ദി ഫാങ് പുള്ളിക്കാരൻ്റെ കൈ ഫുള്ളി റീജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ജിനുവിന് മനസ്സിലായി ഇത് ഒട്ടും നിസാരമല്ലെന്ന്. കാര്യം അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് 3 ഹൈ എൻഡ് ആയിട്ടുള്ള മൊണാർക്കും അവരുടെ ആർമിയായിരുന്നു. പെട്ടെന്ന് ജിനു ഒരു കാര്യം ശ്രദ്ധിക്കും. അത് പുറകിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഐസ് പൊട്ടി ഒരു കൈ പുറത്തേക്ക് വരുന്നുണ്ട്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ബെറു ആയിരുന്നു. പുള്ളിക്കാരൻ മൈ ലീഗ് എന്ന് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നായകളെ നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എൻ്റെ കിങ്ങിൻ്റെ മേലെ കൈ പൊക്കിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബെറു നേരെ അവിടേക്ക് വരുവാണ്. ഇത് കാണുന്ന നമ്മുടെ ഫ്രോസ്റ്റ് മണർച്ചും അതേപോലെ ഫാങ്ങും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ഇതെങ്ങനെ സാധ്യമായി? ഒരു മേർ ഷാഡോ എങ്ങനെയാണ് എൻ്റെ ബൈൻഡിങ് സ്പെൽ ബ്രേക്ക് ചെയ്തത്? നിനക്കറിഞ്ഞൂടെ? ഷാഡോ മൊണാർച്ചിൻ്റെ ഓരോ കമാൻഡർ ലെവൽ സോൾജിയേഴ്സ് ബേസിക്കലി ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ. അതുകൊണ്ട് ആരും തന്നെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. സ്വന്തം അമ്മേനെ മനസ്സിലാകാത്ത മകൻ പണിഷ്മെന്റ് നേരിടണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ പ്ലേഗ് മൊണാർക്ക് നമ്മുടെ ബെറുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ബെറുവാട്ടെ ആ കൈ അങ്ങോട്ട്
തട്ടം മുറിച്ചിട്ട് പറയുന്നുണ്ട്, നായ മാറി നിൽക്കാൻ അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് നേരെ ജിന്നുവിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, മൈക്കിങ് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ഇത്രയും ക്രൂരമായ ഈ മോൺസ്റ്റേഴ്സുമായിട്ട് താങ്കൾ ഒറ്റക്കാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ലോലി സർവൻറ്റ് എന്ത് ചെയ്യണം? താങ്കളുടെ ഗ്രീൻനെസ് കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് കുറേയധികം മോൺസ്റ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ജിന്നുവും ബെറും കൂടെ അതിനൊക്കെ വലിച്ചങ്ങോട്ട് കീറുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ പ്ലേഗ് മണാർക്ക് നമ്മുടെ ബെറുവിനെ വലിച്ചൊരു സൈഡിലേക്കും അതേപോലെ ജിന്നുവിൻ്റെ അടുത്ത് ദൂരത്തേക്ക് എറിയുന്നുണ്ട്. ജിന്നു അവിടെ കിടക്കാൻ നേരത്ത് തന്നെ നമ്മുടെ ആ ഫ്രോസ്റ്റ് മൊണാർച്ച് ഉണ്ടല്ലോ, പുള്ളിക്കൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഇഷ്ടം പോലെ ഐസ് ജിന്നുവിൻ്റെ നേരെ വിടുന്നുണ്ട്. ജിന്നു അത് സക്സസ്ഫുള്ളി തന്നെ കുറേയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുകയും ചെയ്യും, നിനക്ക് എത്ര നേരം ഈ ഒരു അറ്റാക്ക്, എൻ്റെ ഈ കമ്പൈൻഡ് അറ്റാക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് തീർന്നത് അവൻ്റെ മേത്തേക്ക് ഒരു ഡാഗർ വന്ന് കുത്തി കയറിയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഇവിടെ ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും നീ ഒരിക്കലും ജീവനോട് ഇരിക്കത്തില്ല. നായേ, ഒരു മോണാർക്കിനോട് സംസാരിക്കാനുള്ള ഭാഷയാണ് അതെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ജിന്നു പറയുന്നുണ്ട്, അവൻ്റെ നെഞ്ചത്താണ് ഞാൻ ആ ഡാഗർ കുത്തിയിറക്കിയത്, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അതിനർത്ഥം അവനൊരു ഫേറ്റൽ ഇഞ്ചുറി കിട്ടിയിട്ടില്ലെന്നാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ ജിന്നു ആ ഒരു മൊണാർക്കോടുള്ള ഡിസ്റ്റൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടി അവൻ്റെ നേരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് നമ്മുടെ ഫാങ് പുറകിലേക്ക് വന്ന് പുള്ളിക്കന്നെ ഒരു സോഡ് സമൺ ചെയ്ത് ജിനുവിൻ്റെ മുതുക് നോക്കി ഒരു വലിയൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ജിനു അവിടെ ചോര കുളിച്ചുകൊണ്ട് ഛർദ്ദിക്കുകയും ചെയ്യും. ഇത് കാണുന്ന ബെറു മൈ കിങ് എന്ന് വിളിച്ചുകൊണ്ട് കിടന്ന് കാറുന്നുണ്ട്. ഞാനാണ് ഖുറേഷ, മോണാർക്ക് ഓഫ് ദി പ്ലേഗ്സ്. ഈ ലോകത്തിൽ വാഴുന്ന എല്ലാ ഇൻസെക്ട്സും എൻ്റെ മക്കളാണ്, നീയും ഉൾപ്പെടെ. അതുകൊണ്ട് നിനക്കെന്നെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ആരാന്ന് നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ബെറുവിനെ പുള്ളിക്കാരി പിടിച്ച് ഞെരുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മോണാർക്ക് ഓഫ് ദി ഫാങ്സ് പറയുന്നുണ്ട്, ജിൻവു നീ തീർന്നിരിക്കുന്നു, ഇതാണ് നിന്റെ അവസാനം. പെട്ടെന്ന് ബെറു കിടന്ന് പറയുന്നുണ്ട്, പൊട്ടന്മാരെ നായിക്കട, നീയൊക്കെ എന്ത് കാണിക്കുവാണ് അവിടെ കിടന്നുണ്ട്, പെട്ടെന്ന് നമ്മുടെ കിങ്ങിനെ പോയി ഹെൽപ്പ് ചെയ്യാൻ നോക്ക്. ആ ഒരു സമയത്ത് നമ്മുടെ ഗ്രീഡിൻ്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങും. എന്നിട്ട് ഞാനായിരിക്കും വല്ല എനിമീസ് ഞാൻ കൊല്ലാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ആ ഒരു സാധനം പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് കാണുന്ന ആ ഫാങ് പറയുന്നുണ്ട്, അവൻ്റെ ജീവിതകാലത്തിൽ അവൻ വളരെ നല്ല സ്ട്രോങ് ആയുള്ള ഒരു വാരിയർ തന്നെ ആയിരിക്കണം. അങ്ങനെ നമ്മുടെ ടസ്ക്, ഇഗ്രിസ്, അയൺ എല്ലാവരും തന്നെ ആ ഐസൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല, നീ തന്നെ നോക്ക് നിന്റെ വൂൺസ് എന്തുമാത്രം ഡീപ്പാണെന്ന്. വൂണ്ടോ, നീ ഇതിനെപ്പറ്റിയാണ് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. തൻ്റെ സ്റ്റാറ്റസ് റിക്കവറി യൂസ് ചെയ്ത് ഫുള്ളി ഹീലായിക്കൊണ്ട്. ഈ ഒരു ഫൈറ്റ് ലണ്ടനിലും USA-ലും പാരീസിലും എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ലെനാർട്ടിന് പുള്ളിക്കാരൻ്റെ കണ്ണിൽ കാണുന്നതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ തോമസിനെ എല്ലാവരും ഹീൽ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ, അത് നമ്മുടെ ലെനാർട്ട് പറയുന്നത് ഇത് ലോക അവസാനമായിരിക്കുമെന്നാണ്. നമ്മുടെ ബേക്കിൻ്റെ അവസ്ഥ ഏകദേശം ഇത് തന്നെയാണ്. എനിക്കറിയാം ഇവന് വളരാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ ഇവൻ എന്തുമാത്രം വളർന്നു. ഞാൻ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നത് ജിൻവുവിനെ തന്നെയാണോ? അതും എനിക്കറിയാവുന്ന ജിൻവുവിനെ തന്നെയാണോ? ഇവൻ എങ്ങനെയാണ് ഇത്ര ഷോർട്ട് എമൗണ്ട് കൊണ്ട് ഇത്രയധികം സ്ട്രോങ്ങർ ആയിട്ട് മാറിയത്? ഇഗ്രിസും ആയാലും കൂടെ ആ ഫാങ്ങുമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഗ്രീഡും അതേപോലെ തന്നെ നമ്മുടെ ടസ്കും കൂടെ ഫ്രോസ്റ്റുമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെറുവായിട്ട് അവളുടെ കയ്യിൽ നിന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ നമ്മുടെ ബെറുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് ജിനു അവളുടെ പുറകിൽ വന്നിട്ട് പറയുന്നുണ്ട്, ആർക്കിടെക്ചർ എന്നോടൊരു പ്രൊഫസർ പറഞ്ഞിരുന്നു, ഈ ലോകം താങ്ങി നിൽക്കുന്ന അവസാനത്തെ പില്ലറും മരിക്കാൻ നേരത്ത് ഞാൻ അവിടെ മരിക്കുമെന്ന്. പക്ഷേ എന്നോട് അവൻ മറ്റൊരു കാര്യം പറഞ്ഞില്ല. കാര്യം ആ പില്ലറ് താഴെ വീഴുവോ ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് അവൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ഒട്ടും നിസ്സാരമല്ലായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരത്ത് നമ്മുടെ ലിം എന്ന് പറഞ്ഞൊരു ഹണ്ടർ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കറിയാം ഈ ഒരു ഫൈറ്റിൻ്റെ അകത്ത് ഞാൻ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ലെന്ന്, പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും? തോമസിന് പോലും ഇവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ജയിച്ചാലും ഞങ്ങൾക്ക് എന്തെങ്കിലും അവിടെ പറ്റും. ഇനി തോറ്റ ഞങ്ങൾ ഉറപ്പായിട്ടും മരിക്കും. അതുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ ടൈമായെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അവിടേക്ക് ഇറങ്ങാൻ നേരത്താണ് പെട്ടെന്ന് അവൻ്റെ പുറകിൽ ഒരു കൈ വന്ന് പിടിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ മിണ്ടാതിരുന്ന് ഇതൊക്കെ കണ്ടാൽ മതി. പുള്ളിക്കാരൻ തിരിഞ്ഞ് അപ്പം തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും അവൻ്റെ ഫ്രണ്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നു. നൂറുകണക്കിന് ഹണ്ടേഴ്സ് അവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കും തന്നെ ആ ഒരു ഫൈറ്റിൽ കടക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. അവർ ആപ്പാട് പ്രാർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു ഫൈറ്റ് കഴിയണമെന്നാണ്. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി റീജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ജിന്നുവിൻ്റെ നേരെ ഒരു അറ്റാക്കും ചെയ്യുന്നുണ്ട്. ജിന്നു ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് പോയിസൺ ആണോ? പോയിസൺ ആണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മേത്ത് വർക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തിരിഞ്ഞു പറയാൻ നേരത്ത് ദേഷ്യം വന്നിട്ട് അവൾ കിടന്ന് കാറുന്നുണ്ട്. അങ്ങനെ അവൾ നമ്മുടെ ജിന്നുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ വന്ന വഴി തന്നെ അവളവിടെ ഫ്രീസായി പോകും. കാര്യം നമ്മുടെ ജിന്നു പുള്ളിക്കാരൻ്റെ റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് അവളെ നേരെ അടുത്തേക്ക് വലിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ നിർത്താതെ തന്നെ കുറേയധികം അറ്റാക്ക് ചെയ്ത് അവളെ പീസാക്കി മുറിച്ച് കളയും. സോ അവൾക്ക് മനസ്സിലായി ഇതാണ് മരണമെന്ന്. ജിൻവു അങ്ങനെ 9 മോണാർക്കിലെ മോണാർക്ക് ഓഫ് ദി പ്ലേഗ്സ് എന്നറിയപ്പെടുന്ന ഖുറേഷിനെ അങ്ങനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. പുള്ളിക്കാരൻ അങ്ങനെ ഡെവലപ്പ് ആകുന്നുണ്ട്. ഇത് കാണുന്ന ഫ്രോസ് മോണാർക്കിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന്. ഇതെങ്ങനെ സാധ്യമായി? അവനവൻ്റെ ഫുൾ പവർ കിട്ടിയിട്ട് പോലുമില്ല. എന്നിട്ടും എങ്ങനെയാണ് ഒരു മോണാർക്കിനെ അവൻ ഇത്ര എളുപ്പത്തിൽ നമുക്കൊന്നുകൂടെ നമ്മൾ ഒരിക്കൽ കൂടെ ഒരു വലിയൊരു പവർഫുൾ ബീങ്ങുള്ള ഫൈറ്റ് അല്ല,
നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് അവനെ കാണുന്നില്ലേ? അവൻ എക്സോസ്റ്റഡ് ആണ്. നമ്മളിപ്പോൾ ഒരുമിച്ച് അവനോട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കവനെ കൊല്ലാൻ സാധിക്കും. ഈ ഒരു സമയത്ത് നമ്മുടെ ഫാങ്ങാട്ട ബെറുവിനെ കഴുത്ത് ഞെരുക്കി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവാണ്. ബെറുവിന്റെ എക്സിസ്റ്റൻസ് പതുക്കെ ഫെയ്ഡ് ആകാൻ തുടങ്ങി. ജിനു പെട്ടെന്ന് തന്നെ ആ ഒരു സമൺ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ ജിനു അവിടേക്ക് വന്ന് അവൻ അറ്റാക്ക് ചെയ്ത് ബെറുവിനെ അവൻ രക്ഷിക്കുന്നുണ്ട്. കിങ് ഓഫ് ദി ബീറ്റ്സ്, നീ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് ഇനി ഒട്ടും ഇത് നിസ്സാരമായിട്ട് കാണണ്ട. നമ്മളെന്തായാലും ഇവനൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. പക്ഷേ ഇനി അതിനുള്ള ടൈം അല്ലെന്നും പറഞ്ഞിട്ട് നമ്മുടെ മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റ് പുള്ളിക്കൻ്റെ ഫുൾ പവർ അങ്ങോട്ട് യൂസ് ചെയ്യും. ഇവിടെ ഫ്രീസായി കിടക്കുന്ന നിന്റെ പപ്പറ്റ്സ് എല്ലാം നിന്റെ മാനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജിനുവിനെ അവൻ ദൂരത്ത് നിന്ന് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ജിനുവിൻ്റെ കൈയും മുറിയുന്നുണ്ട്, അവനെടുത്ത് മേലിലേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു എറിയിൽ തന്നെ അവൻ നേരെ താഴത്തേക്ക് ഇടിക്കും. എന്നാൽ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കാനടുത്ത് ആ ഒരു അറ്റാക്കിൻ്റെ അവിടെ നമ്മുടെ ജിനു ഇല്ലായിരുന്നു. ജിനു പെട്ടെന്ന് തന്നെ ആ ഫ്രോസ്റ്റിൻ്റെ അടുത്തേക്ക് വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഡോഡ്ജ് ചെയ്ത് മാറി തിരിച്ച് ജിനുവിനെ അറ്റാക്ക് ചെയ്ത് അവൻ ദൂരത്തേക്ക് എറിയുകയും ചെയ്യും. അവന് നല്ല വേഗതയുണ്ട്. എനിക്ക് തോന്നുന്നു നിൻ്റെ ഈ സ്പിരിച്വൽ ബോഡി മാനിഫെസ്റ്റേഷന് നല്ല മാന വേണ്ടി വരുമെന്നല്ലേ. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ അങ്ങോട്ട് കൊന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ജിനുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഒരു നല്ലൊരു ബാറ്റിൽ തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. ജിനുവിൻ്റെ മുഖമൊക്കെ പതുക്കെ മുറിയാനും തുടങ്ങും. നീ എന്ത് പ്ലാൻ ചെയ്തിട്ടും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് തൻ്റെ 2 വെപ്പൺസ് എടുത്ത് ജിനുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ജിനു അത് ഡോഡ്ജ് ചെയ്ത് വന്ന് അവൻ്റെ ബാക്കിൽ വന്നിന്ന് ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നിടത്ത് അവൻ നൈസിൽ ഒന്നിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ജിനു ശരിക്കും ഞെട്ടിയത്. കണ്ടിരുന്ന ജിനു മാത്രമല്ല, കണ്ടിരുന്ന എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോകും. കാര്യം പുറകിൽ നമ്മുടെ മൊണാർക്ക് ഓഫ് ദി ഫാങ് ഉണ്ടായിരുന്നു. പതുക്കെ ചോരയിട്ടിട്ട് താഴത്തേക്ക് വീഴാൻ തുടങ്ങും. ജിനുവിൻ്റെ ഹൃദയത്തിൽ കൂടെ മൊണാർക്ക് ഓഫ് ദി ഫാങ്സിൻ്റെ 5 വിരലുകളും കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്ത് പറ്റി? നീ എന്നെ നോട്ടീസ് ചെയ്തില്ലേ? ഈ ഒരു സമയത്ത് ജിനു ചോരയൊക്കെ ഛർദ്ദിച്ചുകൊണ്ട് നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. പുള്ളിക്കാരന് ചുറ്റിനും പെട്ടെന്ന് തണുപ്പാകാൻ തുടങ്ങും. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് തന്നെ മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റും പുള്ളിക്കാരൻ്റെ വെപ്പൻ ജിനുവിൻ്റെ ഹൃദയത്തിലേക്ക് കുത്തി ഇറക്കാൻ തുടങ്ങും. നീ പവർഫുൾ ആയിരിക്കും, പക്ഷേ നീ ഒരു കംപ്ലീറ്റ് മൊണാർക്കല്ല. നീ മരിക്കും. കാര്യം ഇതാണ് നിന്റെ ഹ്യൂമൻ ലിമിറ്റ്. നീ കാക്കുന്ന ഈ ലോകം ഞങ്ങളിന്ന് നശിപ്പിക്കാൻ പോകുവാണ്. ഞങ്ങൾ ഈ ലോകം മുഴുവൻ കീഴടക്കും. ഇത് കാണുന്ന എല്ലാവരും, അതായത് വൂ, ജിനുവിൻ്റെ അമ്മയും നമ്മുടെ ചായയും ആർക്കും തന്നെ ഒന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പതുക്കെ ജിനുവിൻ്റെ ശരീരത്ത് മുഴുവൻ ഐസാകാൻ തുടങ്ങും. അങ്ങനെ ആ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ വരാൻ തുടങ്ങും. ജിനു വീണ്ടും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം ആ നോട്ടിഫിക്കേഷൻ അവിടെ വരും. പ്ലെയറിൻ്റെ HP അങ്ങനെ 0 ആയിട്ടുണ്ട്. പ്ലെയർ മരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ചാപ്റ്റർ 160 ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഇനി എന്ത് സംഭവിക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.